പ്രാർത്ഥിക്കുന്നു. 5 കൊണ്ട് 5000 പേര് പോഷിപ്പിച്ചവരുടെ കരങ്ങളിലേക്ക് ഈ വചനത്തെ ഞങ്ങൾ സമർപ്പിച്ച് ഏൽപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് ആവശ്യമാകുന്ന ഭൗതികമായ ആത്മികമായ ആഹാരം നൽകിത്തന്ന് ഞങ്ങളെ ബലപ്പെടുത്തി വിടുതലോടെ അയക്കുവാൻ കർത്താവ് കരുണ കാണിക്കുന്നവർക്ക് സ്തോത്രം. അങ്ങയുടെ നാമം മാത്രം മഹത്വം എടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ സ്തോത്രം. പ്രാർത്ഥനയോടെ ആയിരുന്നല്ലോ. ഹല്ലേലൂയ. നമ്മളെ ദൈവനും പഠനം എന്നുള്ള ബന്ധത്തിൽ ചിന്തിക്കുന്നത് പോലെ ഒരു ദൂതെടുക്കുവാനല്ല ഇന്ന് രാത്രി താല്പര്യപ്പെടുന്നത്. ഉപവാസപ്രാർത്ഥനത്തിൽ മറ്റൊരു ചിന്ത നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ദൈവാത്മാവിൽ ശരണപ്പെടുന്നു. അവസാനമായി നാം ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുകയും പ്രാർത്ഥനയോടെ കടന്നു പോകുവാൻ കർത്താവിനെ സഹായിക്കുകയും ചെയ്യട്ടെ. എല്ലാവർക്കുമായ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാരംഭമായ ഒരു വാക്യം നമുക്ക് വായിക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം പ്രാരംഭമായി നമുക്ക് ചിന്തിക്കാം. സങ്കീർത്തനങ്ങൾ 17-ാം അധ്യായം. നിന്നെ ശരണമാക്കുന്നവരെ അവരോട് എതിർക്കുന്നവരുടെ കയ്യിൽ നിന്ന് നിന്റെ വലങ്കയാൽ രക്ഷിക്കുന്നവനായുള്ളവേ അത്ഭുതകാരുണ്യം കാണിക്കണമേ. പ്രൈസ് ദി ലോർഡ്. രാത്രി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് വലങ്കയാൽ രക്ഷിക്കുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. ദൈവസഭയ്ക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി വലങ്കൈ തന്ന് അനുഗ്രഹിക്കുന്ന, വലങ്കയാൽ രക്ഷിക്കുന്ന സർവശക്തനായ ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. നിന്റെ അത്ഭുത കാരുണ്യം ഞങ്ങളെ കാണിക്കണമേ. വലങ്കയ്യാ രക്ഷിക്കുന്നവനായ കർത്താവേ. സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുകയാണ്, എന്നെ എതിർക്കുന്നവരുണ്ട്, എനിക്ക് പ്രതികൂലമായി നിൽക്കുന്നവരുണ്ട്, എന്നാൽ അവരുടെ നടുവിൽ എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന, എനിക്ക് സഹായമായി വരുന്ന കർത്താവുണ്ട്. 136-ാം സങ്കീർത്തനത്തിലും അതുപോലെയുള്ള ഭാഗങ്ങൾ കർത്താവിന്റെ ഭുജത്തെ കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട്. 136-ന്റെ 12-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, ബലമുള്ള കൈ കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ട്. നമ്മളിപ്പോൾ പാട്ടി നീട്ടിയ തൃക്കരത്താ അല്ലേ? പ്രൈസ് ദി ലോർഡ്. ബലമുള്ള കൈ കൊണ്ട് വിടുവിക്കുന്ന, നീട്ടിയ ഭുജം കൊണ്ട് നമ്മെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ ദയ എന്നേക്കുമുള്ളതെന്നാണ് സങ്കീർത്തനക്കാരൻ അവിടെ പാടുവാനിടയാകുന്നത്. ബലമുള്ള കൈ കൊണ്ട്, നീട്ടിയ ഭുജം കൊണ്ട് വിടുവിക്കുന്ന ദൈവം. നമ്മളൊക്കെ ചിന്തിച്ചതാണ്. ചെങ്കടലിന്റെ മുമ്പിൽ മോശ കടന്നു വന്നപ്പോൾ മോശയുടെ വടിയുടെ കയ്യിൽ നിന്ന് വടിയുടെ ബലം കൊണ്ടല്ല, മോശ കൈ നീട്ടിയത് കൊണ്ടല്ല. മോശ കരം നീട്ടിയപ്പോൾ മോശയുടെ കരത്തിന്റെ മേൽ ഒരു ഭുജം ഇറങ്ങി വന്നല്ലേ. പുസ്തകത്തിൽ ഇതിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ആ ഭാഗം നാം ചിന്തിച്ചിട്ടുള്ളതാണ്. മോശ ചെങ്കടലിന്റെ നേരെ കരം നീട്ടിയപ്പോൾ യഹോവയായ ദൈവം തന്റെ കരത്തിനു മീതെ തന്റെ ഭുജം കൂടെ വെച്ചു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി മോശയെ പോലെ നാം വിഷയങ്ങളുടെ മുഖത്ത് കരം നീട്ടുന്നുണ്ടെങ്കിൽ, ചെങ്കടലുകളുടെ നേരെ കരം നീട്ടുന്നുണ്ടെങ്കിൽ, നമ്മുടെ കരത്തിന്റെ ബലമല്ല, നമ്മുടെ കൂടെ വ്യാപരിക്കുന്ന ഒരു വ്യാപാര ശക്തിയുണ്ട്, ഒരു ദൈവ കരമുണ്ട്. പടി കണ്ടിട്ടുള്ള ചെങ്കടൽ വിഭാഗിക്കപ്പെടുന്നത് ദൈവം അയക്കുന്ന ഒരു കിഴക്കൻ കാറ്റ് അവന്റെ കൈനീട്ടലിന് പിൻപിൽ ദൈവത്തിന്റെ ഭുജം വ്യാപരിക്കുമ്പോൾ ഒരു കിഴക്കൻ കാറ്റടിപ്പാനിടയായിത്തീരും. അതാ വഴി തുറക്കുന്നത്. പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയും, ദൈവത്തോട് നിലവിളിക്കുവാൻ നമുക്ക് കഴിയും, നമ്മുടെ വിഷയങ്ങളെ സമർപ്പിച്ച് ദൈവങ്ങളിൽ ഏൽപ്പിക്കുവാൻ നമുക്ക് കഴിയും. എന്നാൽ പ്രവർത്തിക്കുന്നവൻ, കരം നീട്ടുന്നവൻ, വിടുവിക്കുന്നവൻ സർവശക്തനായ ദൈവമാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിലും ദൈവകരത്തെ കുറിച്ച് ചില ഭാഗങ്ങൾ കാണാൻ കഴിയും. 40-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ തന്റെ ഉള്ളം കൈ കൊണ്ട് വെള്ളം അളക്കുന്ന, ചാണുകൊണ്ട് ആകാശത്തിന്റെ പരിണാമം എടുക്കുന്ന, ഭൂമിയുടെ പൊടി നാഴിയിൽ കൊള്ളിക്കുന്ന, പർവ്വതങ്ങളെ വെള്ളിക്കോല് കൊണ്ടും കുന്നുകളെ തുലാസ് കൊണ്ടും തൂക്കുന്നവനായ ഒരു ദൈവം. നമ്മുടെ സർവശക്തനായ ദൈവത്തെ നാം ചെറുതായി കാണരുത്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മിൽ വസിക്കുന്നു, ക്രിസ്തു നമ്മളിൽ ഇരിക്കുന്നു. വാതിൽക്കൽ നിന്ന് അവൻ മുട്ടുകയാണ്. ആരെങ്കിലും വാതിൽ തുറന്നു കൊടുത്താൽ അവനോടും കൂടെ നമുക്ക് അത്താഴം കഴിപ്പാൻ, കൂട്ടായ്മ ആചരിപ്പാൻ കഴിയും. ഈ മഹത്വത്തിന്റെ പ്രത്യാശയായിരിക്കുന്ന യഹൂദാഗോത്രത്തിന്റെ സിംഹമായിരിക്കുന്ന നമ്മോട് ആ കർത്താവ് നമ്മുടെ അകത്ത് വസിക്കുന്നു അല്ലേ. പരിശുദ്ധാത്മാവിനെ വഴി നടത്തുന്നു. എന്നാൽ ഈ ദൈവം ആരാണ്? തൃത്വത്തിൽ ഒരുവനായ കർത്താവിനോടുകൂടെ തൃത്വത്തിൽ ഒരുവനായ പരിശുദ്ധാത്മാവിനെ വഴി നടത്തുന്നു. എന്നാൽ നമുക്ക് പിതാവായ ഒരു ദൈവം കൂടെ ഉണ്ട് അല്ലേ. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവാകുന്ന ദൈവം. പിതാവായ ദൈവത്തിന്റെ പ്രത്യേകത അവിടെ എഴുതി വച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അവൻ തന്റെ ഉള്ളം കൈ കൊണ്ട് വെള്ളത്തെ അളക്കുമെന്ന്.
നമ്മുടെ ദൈവം എത്ര വലിയവനാണ്. നമ്മൾ ഈ വലിയൊരു ഭൂമിയിൽ ചെറിയൊരു സ്ഥലത്ത് റസക്കേമിലായിരിക്കുകയാണ്. എന്നാൽ ഈ ഭൂലോകത്തിലുള്ള സകല വെള്ളത്തെയും അവർ ഉള്ളം കൊണ്ട് അളക്കുവാൻ കഴിയുന്ന ദൈവം. ഹല്ലേലൂയ. സ്വർഗ്ഗം അവിടുത്തെ സിംഹാസനം, ഭൂമി അവിടുത്തെ പാദപീഠമാണ്. ഹല്ലേലൂയ. അവൻ സ്വർഗ്ഗത്തിൽ ഇരുന്നാൽ കാല് വെക്കാൻ ഭൂമിക്ക്, ഹല്ലേലൂയ, കാല് ഭൂമിയിൽ വെക്കുവാൻ കഴിയുന്ന ഒരു ദൈവമാണ്. എത്ര വലിയവനായ ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. നമുക്കറിയാം, എത്യോപ്യയിലെ കഴിഞ്ഞ ദിവസം ഒരു അഗ്നിപർവ്വതം പൊട്ടിയില്ലേ? എന്താ സംഭവിച്ചത്? അതിന്റെ പുകയടിച്ചിട്ട് ഫ്ലൈറ്റുകൾക്കൊന്നും പോകാൻ കഴിയുന്നില്ല. ഡൽഹിയിലും ഗുജറാത്തിലും വരെ അതിന്റെ പൊടിപടലങ്ങൾ വന്ന് 4000 കിലോമീറ്റർ യാത്ര ചെയ്താണ് പറന്ന്. അപ്പോൾ അത്ര അഗ്നിപർവ്വതങ്ങളുള്ള ഒരു ഭൂമി തന്നെ. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ വചനം പറയാണ്, ഭൂമിയുടെ പൊടി മുഴുവൻ അവൻ നാഴിയിൽ കൊള്ളിക്കും. അത്ര വലിയവനായ ഒരു ദൈവം. ഹല്ലേലൂയ. ഒരു അഗ്നിപർവ്വതം പൊട്ടിയപ്പോൾ അതിന്റെ പൊടിപടലങ്ങൾ കൊണ്ട് നമുക്ക് അസ്വസ്ഥരായി തീരുകയാണ്, ഫ്ലൈറ്റുകളെല്ലാം ക്യാൻസൽ ചെയ്യുകയാണ്. എന്നാൽ ഭൂമിയുടെ പൊടി മുഴുവൻ അവൻ ഒരു നാഴിയിൽ കൊള്ളിക്കുവാൻ കഴിയും. പർവ്വതങ്ങളെ അവൻ വെള്ളിക്കോൽ കൊണ്ട് അളക്കും, കുന്നുകളെ അവൻ തുലാസിൽ തൂക്കുന്ന ഒരു ദൈവം. അത്ര സർവശക്തനായ ഒരു ദൈവത്തെയാണ് ഇന്ന് രാത്രി നാം ആരാധിക്കുന്നത്. അപ്പോൾ ദൈവകരം നമുക്ക് അനുകൂലമായി വെളിപ്പെടുകയാണെങ്കിൽ, അവൻ ഉള്ളം കൈ കൊണ്ട് വെള്ളത്തെ അളക്കുന്നവന്റെ കരം ഒരു ദൈവവൈതനായി ദൈവസഭയ്ക്കായി വെളിപ്പെടുമ്പോൾ, ഹല്ലേലൂയ, അത് വലിയ വിടുതലാകും, അനുഗ്രഹമായി തീരും. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ഹല്ലേലൂയ നാം കാണുന്ന ദൈവത്തെ, ഹല്ലേലൂയ, വലിയവനായ ദൈവത്തെ വചനം ജഡമായി തീർന്ന് ഹല്ലേലൂയ ഭൂമിയിൽ വെളിപ്പെട്ട് ദൈവത്തെ മനുഷ്യ രൂപത്തിൽ വെളിപ്പെടുത്തിയവനാണ് തൃത്വത്തിൽ ഒരുവനായ ക്രിസ്തു യേശു കർത്താവ്. നമുക്ക് കാണാൻ കഴിയും. യേശു കർത്താവിന്റെ ശുശ്രൂഷകൾ നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അവൻ കരം കൊണ്ട് ചിലരെ അനുഗ്രഹിക്കുന്നുണ്ട്, കൈ കൊണ്ട് ചിലരെ സൗഖ്യമാകുന്നുണ്ട്. ഹല്ലേലൂയ. അവന്റെ കരം വ്യക്തിനായി ആഗ്രഹിക്കുന്നവരുണ്ട്. കാരണം കർത്താവിന്റെ കരത്തിന്റെ വല്ലഭത്വം, കരത്തിന്റെ ശക്തി അധികം വലിയതായിരുന്നു. പത്രോസിന്റെ അമ്മായിമ ദീനമായി, അല്ലെ, രോഗമായി, പനിയായി ബാധിച്ച് കിടന്നപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? അവിടെ കരുത്തിൽ നിന്ന് പിടിച്ചതേ ഉള്ളൂ, അവിടെ പനി വിട്ടുമാറി എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഭൂമിയിൽ 33.5 വർഷം ജീവിച്ച് 3.5 വർഷത്തോളം ശുശ്രൂഷ ചെയ്ത കർത്താവിന്റെ കരങ്ങളിൽ കൂടാണ് കൂടുതൽ അത്ഭുതങ്ങൾ വെളിപ്പെട്ടത്. അവന്റെ ശബ്ദത്തിൽ കൂടെ, സംസാരത്തിൽ കൂടെ, കൽപ്പനകളിൽ കൂടെ അത്ഭുതം വെളിപ്പെട്ടതുപോലെ കർത്താവ് കരം വെക്കുന്നതൊക്കെ അത്ഭുതമായിരുന്നു. മഞ്ചത്തിന്റെ മേൽ കർത്താവ് കരം വെച്ചു, അല്ലെ? നയീൻ പട്ടണത്തിലേക്ക് കടന്നു വന്ന അടക്കുവാനായി കൊണ്ടുവന്ന നയീൻ പട്ടണത്തിൽ ആ മഞ്ചത്തിന്റെ മേൽ കരം വെച്ചു. മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. യായിറോസിന്റെ മകളെ ഹല്ലേലൂയ കർത്താവ് ഉയർപ്പിക്കുന്നു, ലാസറിനെ കർത്താവ് ഉയർപ്പിക്കുന്നു. ചിലരെ കർത്താവ് കരം വെച്ച് ഹല്ലേലൂയ സൗഖ്യമാക്കുകയും വിടുവിക്കുകയും ചെയ്തപ്പോൾ ചിലരെ കൽപ്പിച്ചു പുറത്തു കൊണ്ടുവന്നു, അല്ലെ? ഹല്ലേലൂയ. ലാസറിനെ കർത്താവ് പുറത്തു കൊണ്ടുവന്നത് കൽപ്പിച്ച, ലാസറേ പുറത്തു വരിക. കർത്താവിന്റെ ശബ്ദത്തിൽ ഹല്ലേലൂയ അടയാളങ്ങൾ ഉണ്ടായിരുന്നു, അത്ഭുതങ്ങൾ ഉണ്ടായിരുന്നു. കാറ്റേ അടങ്ങ്, കടലെ ശബ്ദമാണെന്ന് കൽപ്പിക്കുന്ന കർത്താവ്. കർത്താവിന്റെ ശബ്ദത്തിൽ അധികാരം ഉണ്ടായിരുന്നു, കർത്താവിന്റെ കരം വെപ്പിൽ അധികാരം ഉണ്ടായിരുന്നു, കർത്താവിന്റെ തുപ്പലിൽ അധികാരം ഉണ്ടായിരുന്നു, അല്ലേ? ഹല്ലേലൂയ. കണ്ണ് കാണാത്തവനെ ഹല്ലേലൂയ തുപ്പിയിട്ട് ചേറുണ്ടാക്കി അവന്റെ കണ്ണിൽ പുരട്ടിയിട്ട് ശിലോഹം കുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞു കാഴ്ച പ്രാപിച്ചവനായി തീർന്നു, അല്ലേ? അവന്റെ തുപ്പലിൽ അധികാരം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. കർത്താവ് വിരലിട്ടപ്പോൾ സൗഖ്യം വ്യാപരിച്ചു. അതാണ് നമുക്ക് വായിക്കാം. മർക്കോസ് വിശേഷം 7-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യത്തിൽ അവിടെ വെക്കനായ ഒരു ചെകിടനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു, അവന്റെ മേൽ കൈവയ്ക്കണമെന്ന് അപേക്ഷിച്ചു. കർത്താവിന്റെ കരം വെപ്പിൽ, കർത്താവിന്റെ കരത്തിന്റെ വല്ലഭത്വത്തിൽ ഒരു അഭിഷേകമുണ്ട്, ഒരു വിടുതലുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ഹല്ലേലൂയ അവരെല്ലാം ചേർന്നിട്ട് ഒരു ചെകിടനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്ന് കൈവയ്ക്കണമെന്ന് അപേക്ഷിച്ചു. നമ്മൾ ഈ കരം വെപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ കർത്താവിന്റെ കരത്തെ കുറിച്ച് ഇന്ന് രാത്രി വെറുതെ നിങ്ങളൊന്ന് കേട്ടിട്ട് പോകാതെ, ഇന്ന് രാത്രി ആ ദൈവകരം ഇന്ന് രാത്രി നമ്മുടെ മധ്യയെ വെളിപ്പെടുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവ് കരം വെച്ച് അനുഗ്രഹിക്കുവാൻ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ കരം വെച്ച് അനുഗ്രഹിക്കുവാൻ, ഹല്ലേലൂയ, ഇന്ന് രാത്രി ദൈവകരം ഇതിനകത്ത്, ദൈവത്തിന്റെ ഭുജവേനകത്ത് വെളിപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കുക, അവൻ കരം വെച്ച് അനുഗ്രഹിക്കേണ്ടതിന്, സൗഖ്യമാക്കേണ്ടതിന് ഈ ചെകിടനായ മനുഷ്യനെ കർത്താവിന്റെ അടുത്ത് കൊണ്ടുവന്നു. 33-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഒരു കാര്യം അവൻ വേണ്ടി ചെയ്യുന്നുണ്ട്. അവനെ പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി. എന്തുകൊണ്ടാണ് കർത്താവ് പുരുഷാരത്തിന്റെ മുമ്പിൽ നിന്ന് ഈ അത്ഭുതം ചെയ്യാഞ്ഞത്? കർത്താവ് ചെയ്യാൻ പോകുന്ന കാര്യം കണ്ടു കഴിഞ്ഞാൽ പുരുഷാര വേള
അവരുടെ ബുദ്ധിക്കോ അവരുടെ ചിന്തകൾക്കോ അവരുടെ ഇഷ്ടങ്ങൾക്കോ അനുസരിച്ചുള്ള ഒരു കാര്യമല്ല കർത്താവ് ചെകിടന് വേണ്ടി ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് പുരുഷാരത്തിന്റെ അടുത്തുനിന്ന് കർത്താവ് അവനെ മാറ്റിയത്. പുരുഷാരത്തിന്റെ അകത്ത് കൂട്ടിക്കൊണ്ട് പോയിട്ട് അവന്റെ ചെവിയിൽ വിരലിട്ടു. അവന്റെ വിരലിൽ അത്ഭുതമുണ്ട്. ഇതിനകത്ത് വിശ്വസിക്കാമോ? കർത്താവിന്റെ വിരലിൽ അത്ഭുതമുണ്ട്, കർത്താവിന്റെ കരത്തിൽ അത്ഭുതമുണ്ട്. അവന്റെ ചെവിയിലേക്ക് വിരലിട്ടു. രണ്ടാം തീയതി തുപ്പി. ഈ കാലഘട്ടത്തിൽ തുപ്പുന്ന ശുശ്രൂഷ വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ വെച്ചേക്കും. ഞാൻ നിങ്ങളെ തുപ്പി അനുഗ്രഹിക്കാൻ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ തുപ്പി തേച്ച് അനുഗ്രഹിക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങളെന്നെ വെറുതെ വിടുമോ? നാളെ യൂട്യൂബിലെല്ലാം ഞാൻ പ്രശസ്തനാകും. തുപ്പുന്ന വാസ്തു അല്ലെ പ്രശസ്തനാകും. അല്ലെ തുപ്പിയിട്ട് ഞാൻ തുടച്ച് നിങ്ങളെ കരം വെച്ച് അനുഗ്രഹിച്ച നിങ്ങളെന്നെ വെറുതെ വിടുമോ? ആരും വിടത്തില്ല. അതുകൊണ്ടാണ് കർത്താവിനെ വെറുതെ വിടത്തില്ലായിരുന്നു. പുരുഷാരം ഇത് തുപ്പുന്ന കണ്ടു കഴിഞ്ഞാൽ കർത്താവിനെ വെറുതെ വിടുമോ? അതുകൊണ്ടാണ് വേറിട്ട് കൊണ്ടുപോയി ചെയ്തത്. അവനെ തുപ്പി, അവന്റെ നാവിനെ തൊട്ടു അല്ലേ? തുപ്പി അവന്റെ നാവെ അത് വെച്ചു, അല്ലെങ്കിൽ നാവിനെ തൊട്ടു. എന്താ സംഭവിച്ചത്? സ്വർഗത്തേക്ക് നോക്കി നെടുവീർപ്പെട്ട് അവനോട്. ചില ആക്ഷൻസുകൾ ചെയ്യുക മാത്രമല്ല, വിശ്വാസത്തിന് ഒരു പ്രവൃത്തി ആവശ്യമാണ്. ചില ആക്ഷനുകൾ ചെയ്യുക മാത്രമല്ല, നെടുവീർപ്പെട്ട സ്വർഗത്തിലേക്ക് നോക്കി. ഒരു പദം പറയുകയാണ്, തുറന്നു വരിക എന്നർത്ഥമുള്ള യഹദാ എന്ന് പറഞ്ഞു. ഉടനെ അവന്റെ ചെവി തുറന്നു, നാവിന്റെ കെട്ട് അഴിഞ്ഞു. ഇന്ന് രാത്രി എന്തെങ്കിലും കെട്ടുകളോടുള്ള ബന്ധത്തിലാണ് ആ ഉപവാസ പ്രാർത്ഥനയിൽ ഇരിക്കുന്നത്. ഉപവാസ പ്രാർത്ഥന തന്നെ കെട്ടുകളെ അടിക്കുന്ന, ബന്ധനങ്ങളെ അടിക്കുന്ന അന്തരീക്ഷത്തിന്റെ അനുഭവമാണ്. ഇന്ന് രാത്രി കെട്ടുകളുടെ മധ്യത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെവിയായിക്കൊള്ളട്ടെ, കണ്ണായിക്കൊള്ളട്ടെ, ശരീരത്തിന്റെ ഭാഗങ്ങളായിക്കൊള്ളട്ടെ, ഭൗതിക വിഷയങ്ങളായിക്കൊള്ളട്ടെ, സാമ്പത്തിക വിഷയങ്ങളാകട്ടെ, ചില കെട്ടുകളുടെ മധ്യയാണ് നീ ആയിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി അഴിക്കുന്ന ഒരു ദൈവമുണ്ട്. ശ്രമിക്കാമോ? എന്ന് കൽപ്പിക്കുന്ന ഒരു ദൈവം, തുറന്നു വരിക എന്ന് കൽപ്പിക്കുന്ന ദൈവം, അടങ്ങലിനെ തുറക്കുവാൻ കഴിയുന്ന സർവശക്തനായ ഒരു ദൈവം. കർത്താവിന്റെ അത്ഭുതങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചിലതൊന്നും റിപ്പീറ്റ് ആകുന്നില്ലല്ലേ? ചിലർക്ക് കൽപ്പിക്കുന്നു, ചിലർക്ക് തുപ്പി അവരെ സൗഖ്യമാക്കുന്നു, ചിലർക്ക് കരം കൊടുക്കുന്നു. കർത്താവിന്റെ അത്ഭുതങ്ങളൊന്നും റിപ്പീറ്റ് ആകുന്നത് കാണുന്നില്ല. എന്നാൽ അതിന്റെ അകത്തെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം, വിടുതലും അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ശുശ്രൂഷകളൊന്നും പാരമ്പര്യമായി തീരരുത്. എന്നും ഒരേ പ്രാർത്ഥനകൾ, ഒരേ പാട്ടുകൾ, ഒരേ അന്യഭാഷ. കർത്താവ് നമുക്ക് പുതിയത് തരാൻ ശക്തിയുള്ള ദൈവമാണ്. പുതു ശുശ്രൂഷകളെ നൽകുവാൻ, പുതു ഭാഷകളെ നൽകുവാൻ, പുതിയ അനോയിന്റിംഗ് നൽകുവാൻ, പുതിയ അഭിഷേകം നൽകുവാൻ ശക്തനായ ഒരു ദൈവമാണ് നമുക്കുള്ളത്. ചിലതൊന്നും മനുഷ്യന് അംഗീകരിക്കുവാൻ കഴിയാത്തതാണ്, മനുഷ്യന് അക്സെപ്റ്റ് ചെയ്യുവാൻ കഴിയാത്തതാണ്. അതുകൊണ്ടാണ് കാല് കഴുകുന്ന വെള്ളം കൊണ്ടുവന്ന് വീഞ്ഞു കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കാനാവിലിട്ട് കർത്താവിനെ ഇടിക്കുവരുടെ കാൽ കഴുകുന്ന കാൽഭരണിക്കകത്താണ് വീര്യമുള്ള വീഞ്ഞു കൊണ്ടുവരാൻ പറഞ്ഞത്. അതുകൊണ്ട് മറിയ എന്ന രഹസ്യമായ കർത്താവിനോട് പറഞ്ഞു അല്ലേ? മറിയ എന്ന് ബാല്യക്കാരോട് പറഞ്ഞു അല്ലേ? അവൻ എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾ ചെയ്യണം. ഏത് വഴി അത്ഭുതം വരുന്ന അറിയത്തില്ല. എന്തു പറഞ്ഞാലും നിങ്ങൾ ചെയ്തോണം. കൽപാത്രങ്ങളിൽ കാൽ കഴുകുന്ന ശുദ്ധീകരണ പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞാൽ വെള്ളം നിറച്ചോണം. അവൻ എന്തു പറയുന്നു എന്നുള്ളതിനാണ് വിഷയം. അവൻ എന്തു തെരഞ്ഞെടുക്കുന്നു എന്നുള്ളതിനാണ് വിഷയം. സാഹചര്യമല്ല വിഷയം, ചുറ്റുപാടുകളല്ല വിഷയം, പുരുഷാരമല്ല വിഷയം. പുരുഷാര നിമിത്തം കടന്നു പോകാൻ കഴിയാത്ത ഒരു ഭവനത്തിലേക്ക് മേൽക്കൂര പൊളിച്ച് 4 പേർ താഴേക്ക് ഒരു പക്ഷപാതക്കാരിടക്കി ആർക്ക് അംഗീകരിക്കാൻ പറ്റും? പക്ഷെ അവർ വിശ്വസിച്ചു, ദൈവം അത്ഭുതത്തെ ചെയ്തു. ഇന്ന് രാത്രി അകമഴിഞ്ഞ് വിശ്വസിക്കുന്നവർക്ക് അത്ഭുതമുള്ളൂ. ദൈവം ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ, ദൈവം പ്രാർത്ഥന കേൾക്കുന്നെങ്കിൽ കേൾക്കട്ടെ, ദൈവം തരുന്നെങ്കിൽ തരട്ടെ. ഇങ്ങനെ പറയുന്നവർക്ക് അത്ഭുതം ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ കഴിയത്തില്ല. പുരുഷാരത്തെ കണ്ട് മടങ്ങുവാൻ തയ്യാറാകാതെ 4 പക്ഷപാതക്കാരന്റെ മേൽക്കൂര പൊളിച്ചിറക്കി. വീട്ടുടയവരോട് ചോദിച്ചോ, അനുവാദം മേടിച്ചോന്ന് എനിക്ക് അറിയത്തില്ല. മേടിച്ചില്ലായിരിക്കും. പക്ഷെ അവര് പൊളിച്ചു. അവർ ചിലത് ചെയ്യാൻ തയ്യാറായി. കർത്താവിനെ ആക്സസ് ചെയ്യുവാൻ അവർക്ക് മാനുഷികമായി കഴിഞ്ഞില്ലെങ്കിൽ അമാനുഷികമായി ചിലത് ചെയ്തുകൊണ്ട് കർത്താവിന്റെ അടുക്കൽ അവനെ ഇറക്കി. ഇതിനകത്ത് അകമഴിഞ്ഞൊന്നും വിശ്വസിക്കുന്നവർക്ക്
അത്ഭുതം കാണാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. നിന്റെ ജോലിയിൽ അകമഴിഞ്ഞെന്ന് വിശ്വസിക്കുക. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിൽ അകമഴിഞ്ഞെന്ന് വിശ്വസിക്കുക. നിന്റെ തലമുറകളെ കുറിച്ച് അകമഴിഞ്ഞെന്ന് വിശ്വസിക്കുക. അവൻ കൽപ്പിക്കുന്ന ദൈവമാണ്. യഹോവ എന്ന് പറഞ്ഞ് അടഞ്ഞ മണ്ഡലങ്ങളെ തുറക്കുവാൻ കഴിയുന്ന സർവശക്തനായ ഒരു ദൈവം. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവിന്റെ കരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഭാഗം ധ്യാനിപ്പാനുള്ള സമയമ്പോൾ വെളിപ്പാട് 1:17 ഹല്ലേലൂയ പത്മോസ് ദ്വീപിലായിരുന്ന ഹല്ലേലൂയ യോഹന്നാനെ കർത്താവ് ഹല്ലേലൂയ അവർ വെളിപ്പെടുന്ന ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ അഗ്നിജ്വാലയ്ക്കൊത്തുള്ള കണ്ണുകളുള്ളവൻ, വെള്ളോട്ടിന് സദൃശ്യമായ കാലോടുകൂടിയുള്ളവൻ, പെരുവെള്ളത്തേക്കാൾ ഹല്ലേലൂയ ഇരച്ചിലുള്ള ശബ്ദമുള്ളവൻ, ഹല്ലേലൂയ ഹിമത്തേക്കാൾ വെളുത്ത മുടിയുള്ളവൻ, അവൻ യോഹന്നാന് ഹല്ലേലൂയ വെളിപ്പെട്ട് വരികയാണ്. എന്നാൽ വെളിപ്പെട്ട് കർത്താവ് വന്നപ്പോൾ കർത്താവ് യോഹന്നാൻ വെളിപ്പെട്ടത് ഹല്ലേലൂയ 3 ആണികൾ ഹല്ലേലൂയ കരങ്ങളിൽ തുളയ്ക്കപ്പെട്ടവനായിട്ടായിരുന്നില്ല. ഹല്ലേലൂയ തലയിൽ മുൾക്കിരീടം ചൂടിയവനായിട്ടായിരുന്നില്ല. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. 7 നക്ഷത്രം വലങ്കയിൽ പിടിക്കുന്നവനായി ഹല്ലേലൂയ വെള്ളോട്ടിന് സദൃശ്യമായ കാലോട് കൂടി ഇതുവരെ കാണാത്ത മാറോട് ചേർന്നിരുന്ന ഒരു കർത്താവിനെ യോഹന്നാന് പരിചയമുള്ളൂ. എന്നാൽ ഈ കർത്താവിനെ കണ്ടപ്പോൾ അവന് എന്താ സംഭവിച്ചത്? 17-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. മാറത്ത് ചാരി ഇരുന്ന ഒരു കർത്താവിനെ അല്ല പത്മോസിൽ യോഹന്നാൻ കണ്ടത്. അഗ്നിജ്വാലയ്ക്കൊത്തുള്ള കണ്ണുള്ളവനെ, പെരുവെള്ളത്തിന്റെ ശബ്ദമുള്ളവനെ കണ്ടപ്പോൾ മരിച്ചവനെ പോലെ അവൻ കാൽക്കൽ വീണു. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവർക്ക് ദൈവസന്നിധിയിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല. യെഹെസ്കേൽ വീണുപോയി, യോഹന്നാൻ വീണുപോയി, പഴയ നിയമ പുരോഹിതന്മാർ വീണുപോയി. സാന്നിധ്യത്തിന്റെ മുമ്പിൽ, ശക്തിയുടെ മുമ്പിൽ അവർ വീണുവാനിടയായി. എന്താ ചെയ്തേ? അവൻ അവന്റെ വലങ്കൈ എന്റെ മേൽ വെച്ചു. പ്രൈസ് ഗോഡ്. കർത്താവിന്റെ വലങ്കൈ അവന്റെ മേൽ വെച്ചിട്ട് ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. കർത്താവ് അവനെ വലങ്കരം വെച്ച് എഴുന്നേൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. വീണു പോകുന്ന അനുഭവങ്ങളിൽ, തകർന്നു പോകുന്ന അനുഭവങ്ങളിൽ, മരിച്ചവന് തുല്യമായി തീരുന്ന അനുഭവങ്ങളിൽ നമ്മെ ബലപ്പെടുത്തുവാൻ ഹല്ലേലൂയ മാനുഷിക ശക്തികൾക്ക് കഴിയത്തില്ല, മാനുഷിക കരങ്ങൾക്ക് കഴിയത്തില്ല. ഹല്ലേലൂയ ദൈവ കരത്തിനാണ് കഴിയുന്നത്. ഒരുപാട് വാങ്ങി ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ വേഗത്തിൽ ദാനിയേലിന്റെ പുസ്തകത്തിലേക്ക് ഒന്ന് വന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദാനിയേലിന്റെ പുസ്തകത്തിൽ ദൈവത്തിന്റെ കരം വെളിപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ദൈവകരം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക്, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർക്ക്, ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നവർക്ക് അനുകൂലമായി വെളിപ്പെടുമ്പോൾ ദൈവത്തോട് ഹല്ലേലൂയ മറക്കുന്നവർക്ക് പ്രൈസ് ദി ലോർഡ് ദൈവത്തിന്റെ കരം പ്രതികൂലമായി വെളിപ്പെടും. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവിൻ. നിങ്ങളെ വിടിവിപ്പാൻ ആരുണ്ടാകില്ല, അവൻ നിങ്ങളെ കീറിക്കളയുമെന്ന് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. നിനക്ക് വിരോധമായി നിൽക്കുന്ന ശക്തികളെ കീറിക്കളയുവാൻ, നിനക്ക് പ്രതിസന്ധിയായി നിൽക്കുന്നതിനെ തകർത്ത് കളയുവാനും കൂടെ വ്യാപരിക്കുന്നതാണ് ദൈവത്തിന്റെ കരം. ഇന്ന് രാത്രിയിൽ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ ദിനത്തിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പ്രവചിച്ചു പറയട്ടെ, ഇന്ന് രാത്രി വെളിപ്പെടുന്ന ദൈവത്തിന്റെ കരം നിന്നെ അനുഗ്രഹിക്കുന്ന കരം മാത്രമല്ല, ഹല്ലേലൂയ നിനക്ക് വിരോധമായി ചലിക്കുന്നതിനെ, നിനക്ക് ഭാരമായി തീരുന്നതിനെ തകർക്കുന്ന ഒരു കരം കൂടാണ്. 5-ാം അധ്യായത്തിൽ നമുക്കൊരു സംഭവം കാണാൻ കഴിയും. അതുകൂടെ വിവരിക്കാനുള്ള സമയം എന്റെ മുമ്പിലുള്ളൂ. ദാനിയേൽ 5-ാം അധ്യായത്തിൽ 5-5 വായിക്കാം. തൽക്ഷണം ഒരു മനുഷ്യന്റെ കൈവിരലുകൾ പുറപ്പെട്ട് വിളക്കിന് നേരെ രാജധാനിയുടെ ചുവരിന്റെ വെള്ളമേൽ എഴുതിയ കൈപ്പത്തി രാജാവ് കണ്ടു. ഉടനെ രാജാവിന്റെ മുഖഭാവം മാറി. അവൻ വിചാരങ്ങളാൽ പരവശനായി അരയുടെ പഴിഞ്ഞ്, ഒരു രാജാവിന്റെ അവസ്ഥ നോക്കിയേ, അവന്റെ അരയുടെ പഴിഞ്ഞ് കാൽമുട്ടുകൾ ആടിപ്പോയി. ഹല്ലേലൂയ. എന്ത് കണ്ടപ്പോഴാണ് അറിയാമോ? ഹല്ലേലൂയ. രാജധാനിയുടെ ചുവരിന്റെ വെള്ളമേൽ
കൈവിരലുകൾ കൊണ്ട് ഒരെഴുത്തു വരുന്നു. കർത്താവിന്റെ വിരലുകളുടെ, ദൈവത്തിന്റെ വിരലുകളുടെ എഴുത്ത് കണ്ടപ്പോഴേ ഹല്ലേലൂയ ബെൽഷസ്സർ രാജാവിന്റെ മുട്ടിടിച്ചു. ഹല്ലേലൂയ 5-ാം അധ്യായത്തിന്റെ പ്രാരംഭ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ബെൽഷസ്സർ മഹത്തുക്കളെയൊക്കെ വിളിച്ച് ഒരു വലിയ വിരുന്ന് കഴിക്കുകയാണ്. ആ വിരുന്ന് കഴിച്ച് താനിങ്ങനെ മദ്യവും വീഞ്ഞും ഒക്കെ ഇങ്ങനെ സേവിച്ച് ഇങ്ങനെ പോകുന്ന സമയത്ത് പുള്ളിയുടെ അകത്തൊരാഗ്രഹം ഉണ്ടായി. തന്റെ വീട്ടിലുള്ള രാജാവാണെന്ന് ഓർക്കണം, എന്നെല്ലാം പൊൻപാത്രങ്ങളും വെള്ളിപ്പാത്രങ്ങളും ഒക്കെയുള്ള മനുഷ്യനാണ്. എന്തിനകത്ത് വേണമെങ്കിലും വീഞ്ഞ് കുടിക്കാനും വെള്ളം കുടിക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള, അല്ലെങ്കിൽ വാങ്ങിച്ചോണ്ട് വന്ന് കുടിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള മനുഷ്യനാണ്. പക്ഷെ ഇദ്ദേഹത്തിന് ഇതെല്ലാം കുടിച്ചിട്ടൊന്നും ഒരു സന്തോഷം കിട്ടാത്തത് കൊണ്ട് തന്റെ അപ്പനായ നെബൂഖദ്നേസർ ദേവാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന ചില യെരൂശലേം ദേവാലയത്തിൽ കൊണ്ടുവന്ന ചില ശുദ്ധീകരണത്തിന്റെ പാത്രങ്ങളുണ്ട്, വിശുദ്ധ പാത്രങ്ങളുണ്ട്. പുള്ളി വിചാരിച്ചു, ഇപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന പാത്രങ്ങളിലൊന്നും ഒരു സന്തോഷം കിട്ടാത്തത് കൊണ്ട് എന്നാൽ ആ ദൈവാലയത്തിൽ കൊണ്ടുവന്ന പാത്രങ്ങൾ കൊണ്ടുവന്നിട്ട് അതിലൂടെ കുടിക്കാമെന്ന് കരുതി ആ പാത്രങ്ങളെ അശുദ്ധമാക്കി താൻ അതിലും കുടിച്ചപ്പോഴാണ് ദൈവത്തിന്റെ കൈവിരലുകൾ വെളിപ്പെട്ടത്. ദൈവത്തിന്റെ കൈവിരലുകൾ വെളിപ്പെട്ട് 25-ാം അധ്യായ വാക്യത്തിൽ എന്താണ് അവിടെ എഴുതപ്പെട്ടതെന്ന് എഴുതിയിട്ടുണ്ട്. മെനെ മെനെ തെക്കേൽ ഊഹസീൻ എന്നൊരു പദം എഴുതി. മെനെ മെനെ തെക്കേൽ ഊഹസീൻ. രാജാവിന് പിടികിട്ടുന്നില്ല. രാജാവ് ഒരു കാര്യം മാത്രം അറിയാം, ആ വെളുത്ത ചുവരിൽ വെളിപ്പെട്ട ദൈവകരം കണ്ടപ്പോൾ, ആ കൈവിരലുകൾ കണ്ടപ്പോൾ ഒരു രാജ്യത്തിന്റെ വലിയ ഉന്നതനായ മനുഷ്യന്റെ മുട്ടുകൾ ആടുവാൻ തുടങ്ങി. ആ കരം കണ്ടതേ ഉള്ളൂ, ഒരു എഴുത്ത് വെളിപ്പെടുകയാണ്. ആർക്കും അത് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. രാജാവ് എല്ലാവരും വിളിച്ചു, തന്റെ ഭാരതീയ സകലവാദികളെയും മന്ത്രവാദികളെയും എല്ലാം വിളിച്ചത് വ്യാഖ്യാനിക്കാനുള്ള ശ്രമം നടത്തി. എന്നാൽ പിന്നത്തേത് മനസ്സിലായി, ദൈവാത്മാവുള്ള ഒരു മനുഷ്യൻ നമ്മുടെ ഇടയിലുണ്ട്. നെബൂഖദ്നേസർ തന്റെ അപ്പനായിരുന്ന കാലത്ത് ദൈവാത്മാവിന് വേണ്ടി നിന്ന ഒരു മനുഷ്യൻ, ദാനിയേൽ എന്നാണ് അവന്റെ പേര്, അവനെ കൊണ്ടുവരിക, അവനോട് വ്യാഖ്യാനിക്കുവാൻ പറയുക. 25-ാമത്തെ വാക്യത്തിൽ കാണുന്നു, എഴുതിയിരിക്കുന്ന എഴുത്തോ മേനെ മെനെ തെക്കേൽ ഊഹസീൻ. എന്താണ് ഇതിന്റെ അർത്ഥം? കാര്യത്തിന്റെ അർത്ഥമാണിത്. മേനെ എന്ന് വെച്ചാൽ ദൈവം നിന്റെ രാജ്യത്വം എണ്ണി അതിന് അന്തം വരുത്തിയിരിക്കുന്നു. തെക്കേൽ എന്ന് വെച്ചാൽ തുലാസിൽ നിന്നെ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. 3 പേരേസ് എന്ന് വെച്ചാൽ നിന്റെ രാജ്യം വിഭാഗിച്ച് മേദ്യർക്കും പാർസികൾക്കും കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ, ആ ഭാഗം വായിക്കുമ്പോൾ വിശദീകരിക്കാൻ സമയമില്ല, ആ ഭാഗം വായിക്കുമ്പോൾ ഒരു കാര്യം കാണുന്നുണ്ട്. ആ രാജാവിന്റെ ശകുനവാദികൾക്കും മന്ത്രവാദികൾക്കും ഒന്നും ഇതൊന്നും ഈ വ്യാഖ്യാനത്തെ നൽകുവാൻ കഴിയാതിരുന്നപ്പോൾ രാജാവ് പറഞ്ഞു, ഇത് വ്യാഖ്യാനിക്കുന്നവന് ഞാൻ ചില സമ്മാനങ്ങളൊക്കെ നൽകും. രാജ്യത്തിന്റെ 3ാമനായിട്ട് ഞാൻ അവനെ മാറ്റുമെന്നൊക്കെ പറഞ്ഞു. ദാനിയേൽ രാജാവിന്റെ അടുത്ത് വന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ആ അഭിഷക്തൻ, ദൈവത്തിന് വേണ്ടി നിന്നവൻ, ദൈവാത്മാവുള്ള മനുഷ്യൻ രാജാവിന്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. ദാനങ്ങൾ രാജാവിന്റെ കയ്യിൽ ഇരിക്കട്ടെ, സമ്മാനങ്ങൾ വേറെ വല്ലവനെ ഏൽപ്പിച്ചോ. പ്രൈസലോട് എനിക്കൊന്നും വേണ്ട. എനിക്ക് ദൈവം നിന്നെ എഴുതി കാണിച്ച ദൂത് പറയാനുള്ള വെളിപ്പാട് ആത്മാവെന്റെ പക്കലുണ്ട്. ഞാൻ ആ ശുശ്രൂഷ ചെയ്തിട്ട് മടങ്ങിപ്പോകും. നിന്റെ സമ്മാനങ്ങളൊന്നും എനിക്ക് വേണ്ട. എന്നാൽ പിന്നത്തേതിൽ ദാനിയേൽ ഇത് വെളിപ്പെടുത്തി കഴിയുമ്പോൾ രാജാവ് അവന് സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട്. എന്നാൽ രാജാവ് സമ്മാനങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടും അവിടെ ലാസ്റ്റിന് പദം എഴുതിയിരിക്കുന്നുണ്ട്, അന്ന് രാത്രിയിൽ ബെൽഷസ്സർ കൊല്ലപ്പെട്ടു, മരണപ്പെട്ടു. നീ തരുന്ന സമ്മാനം ആർക്ക് വേണം? നീ തരുന്ന ദാനങ്ങൾ ആർക്ക് വേണം? ഇന്ന് രാത്രി കൊല്ലപ്പെടാൻ ഇരിക്കുന്നവന്റെ കയ്യിൽ നിന്ന് എനിക്കെന്തിനാ സമ്മാനങ്ങള്? അതുകൊണ്ടാണ് ദാനിയേൽ പറഞ്ഞത്, നിന്റെ സമ്മാനങ്ങളൊക്കെ നിന്റെ ഇരിക്കട്ടെ, ഇന്ന് രാത്രി നീ കൊല്ലപ്പെടാൻ പോവുകയാണ്. ദൈവം ഒരു കരം വെളിപ്പെടുത്തി എഴുതി കാണിച്ചു, നിന്റെ രാജ്യത്വം എണ്ണിയിരിക്കുന്നു. ദാനിയേൽ പദം അവനോട് പറയുന്നുണ്ട്, ബെൽഷസ്സറേ, നിന്റെ അപ്പനായ നെബൂഖദ്നേസർ ദൈവകൃപ വിട്ട് അന്യപ്പെട്ടു പോയപ്പോൾ അവനെ മനുഷ്യന്റെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞ ഒരു ദൈവമുണ്ട്. അവനെ മൃഗങ്ങളോടുകൂടെ പുല്ല് തീറ്റിച്ച ഒരു ദൈവമുണ്ട്. നിന്റെ അപ്പന് സംഭവിച്ചത് നീ അറിഞ്ഞിട്ടും നീ മനസ്സിലാക്കിയിട്ടും നീ തിരിച്ചു വരാതിരുന്നത് കൊണ്ട് നിന്റെ സ്ഥിതിയും അതുപോലെ ആയിത്തീരുമെന്നുള്ള ദൂത് ദാനിയേൽ വെളിപ്പെടുത്തുകയാണ്. ഇന്ന് രാത്രി വിശ്വസിച്ചാട്ടെ, നമുക്ക് വിരോധമായതിനെ തകർക്കുന്ന കരമയക്കുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കാം, വിശ്വസിക്കാം, വിശ്വസിക്കാം.
വിശ്വസിക്കാമോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കൈവിരലുകൾ കൊണ്ട് ഭിത്തിയിൽ എഴുതുന്ന ഒരു ദൈവം, ഹല്ലേലൂയ, മറുപടി നൽകുന്ന ഒരു ദൈവം, ഹല്ലേലൂയ, ദൈവഹിതത്തിന് വിരോധമായി ചലിക്കുന്നവനെ തകർത്ത് കളയുന്ന ഒരു ദൈവം നമുക്കറിയാം. ഹല്ലേലൂയ. പത്രോസ് കാരാഗൃഹത്തിലായിരുന്നത് 16 പടയാളികളുടെ നടുവിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായി കാരാഗൃഹത്തിന്റെ ഇരുട്ടിൽ കഴിഞ്ഞവൻ ദൂതൻ അവിടെ ഇറങ്ങി. സ്വപ്നം കാണുന്നവനെ പോലെ 1-ാം കാവലും 2-ാം കാവലും പട്ടണവാതിലും ഇരുമ്പ് വാതിലും ഒക്കെ കഴിഞ്ഞ് അവനെ പുറത്തെത്തിച്ചിട്ട് പ്രാർത്ഥിക്കുന്ന ദൈവസഭയുടെ മുമ്പിൽ അവനെ കൊണ്ടു നിർത്തി പത്രോസിനെ. എന്നാൽ ആ ദൂതൻ മടങ്ങിപ്പോയില്ല. ആ ദൂതൻ സഭയ്ക്ക് വിരോധമായി ചലിച്ച യാക്കോബിനെ വാൾ കൊണ്ട് കൊന്ന, പത്രോസിനെ തടവിലാക്കിയ ഹെരോദാവിനെ കൃതിക്കിരയാക്കിയിട്ടാണ് ആ ദൂതൻ സ്വർഗ്ഗത്തിലേക്ക് മടങ്ങിയതെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്കുക, ദൈവസഭയ്ക്ക് വിരോധമായി ചലിക്കുന്ന സകല പൈശാചിക ശക്തികളെ, കുടുംബങ്ങൾക്ക് വിരോധമായി ചലിക്കുന്ന
ഒരു ദൂതത്തോടെ ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. അഭിഷക്തനെ, ഹല്ലേലൂയ, നിന്റെ നിഴൽ തട്ടി രോഗികൾ സൗഖ്യമാകേണ്ടതുണ്ട്. നിന്റെ സഹോദരന്മാരെ അധികമായി നിനക്ക് ഉറപ്പിക്കേണ്ടതുണ്ട്. അനേക സഭകളെ നിനക്ക് പണിതെടുക്കേണ്ടതുണ്ട്. കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ ജാതികളുടെ മേൽ ആത്മാവിനെ നിനക്ക് പകരേണ്ടതുണ്ട്. ഈ വചനം സംസാരിക്കുമ്പോൾ നീ പോയിന്റ് പറയുന്നവനായിട്ടല്ല, നീ വചനം സംസാരിക്കുമ്പോൾ കേട്ടവരുടെ പരിശുദ്ധാത്മാവ് വരത്തക്ക രീതിയിൽ, പരിശുദ്ധാത്മാവ് പൊരുതിരിക്കത്തക്ക രീതിയിൽ രക്തസാക്ഷിയാകുവാൻ ദൈവം ആഗ്രഹിച്ചതുകൊണ്ടാണ് അവൻ വാളാൽ കൊല്ലപ്പെട്ടത്. എന്നാൽ ദൈവസഭയുടെ അഭിഷക്തൻ പത്രോസ് അങ്ങനെ മരവിച്ചു പോകത്തില്ല. അവൻ വാളിന് ഇരയാകത്തില്ല.